ഇവിടേക്ക് താമസം മാറിയതിനു ശേഷം രാവിലെ എണീക്കാൻ കുറച്ച് മടി കൂടിയിരിക്കണോന്നൊരു സംശയം. ഓളാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല്ലൊക്കെ തേച്ച് കിച്ചണിലേക്ക് ചെന്നപ്പോഴേക്കും ഓള് പത്തിരിക്കുള്ള പൊടി വാട്ടി കുഴക്കുന്ന പണിയിലാണ്. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് പ്രസ്സുമേൽ വെച്ച് മൊത്തമായിട്ട് പരത്തി കൊടുത്ത്. പത്തിരിക്ക് കൂട്ടാൻ ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ചിക്കൻ പൊരിച്ച് മസാല ആക്കുന്ന ഒരു സംഭവം കേട്ടോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലോണം കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിലുള്ള ഉപ്പ് നല്ലോണം കൈകൊണ്ടൊന്ന് കുഴച്ച് സെറ്റ് ആക്കി എടുക്കുക. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് ഒരടുപ്പത്ത് നിന്ന് പത്തിരി വേഗം ചുടാനും തുടങ്ങി. ഓയിൽ ചൂടായപ്പോൾ മസാലാക്കി വെച്ച ചിക്കന്റെ പകുതി ചട്ടിയിലേക്ക് പൊരിക്കാനിട്ട് പത്തിരി ചുട്ടതിന് ശേഷം ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് അവിടെ മൂടി വെച്ച് ഓളുപ്പേരി ഉണ്ടാക്കാനുള്ള ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. വെന്ത് വന്ന ചിക്കൻ കോരി ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള ചിക്കനുടെയും ചട്ടിയിലേക്ക് പൊരിക്കാനിട്ട് വെള്ളം തളിച്ചു വന്നതിന് ശേഷം ചോറ് വെക്കാനുള്ള അരി നല്ലോണം കഴുകി അതിലേക്ക് ഇട്ടുകൊടുത്ത് ചിക്കൻ പൊരിച്ച ഓയിലിലേക്ക് തന്നെ അത് മസാല ആക്കാൻ വേണ്ടിയിട്ട് സവാള ഇട്ടെടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 3 പച്ചമുളക്, പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി വയറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി ജ്യൂസ് അടിച്ചതും ഒഴിച്ചിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഓയിൽ തെളിഞ്ഞു വരുവോളും നല്ലോണം ഇളക്കിയിട്ട് മസാല ആക്കി എടുക്കുക. എന്നിട്ട് പൊരിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഉപ്പച്ചിന്റെ മോള് എണീറ്റ് പല്ലൊക്കെ തേച്ച് സുന്ദരിയായിട്ട് വന്നിട്ടോ. ചിക്കൻ മസാല ആക്കിയത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി ഞങ്ങൾ ടേബിൾ മേലൊക്കെ വെച്ച് പത്തിരിയൊക്കെ കൂട്ടി കഴിച്ചിട്ടോ. സംഭവം അടിപൊളി. മോക്ക് ഒറ്റക്ക് എടുത്തു തിന്നാൻ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ഓളെ ചിക്കൻ മസാല ആക്കിയതും പത്തിരിയൊക്കെ കഴിപ്പിച്ച് എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള ഡ്രസ്സ് വേഗം അയൺ ചെയ്തെടുത്ത് എന്നിട്ട് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി കിച്ചണിലേക്ക് ചെന്നപ്പോൾ ഓളെ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് പാത്രത്തിലാക്കാണ്. ചോറ്, ക്യാരറ്റ് ഉപ്പേരി, ചിക്കൻ മസാല ആക്കിയതാട്ടോ ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. താമസ സ്ഥലം മാറ്റിയപ്പോൾ ഡ്യൂട്ടി ടൈം മാറ്റിട്ടോ. രാവിലെ 12:30 ടു രാത്രി 9:30 വരെ കേട്ടോ ഇപ്പോഴത്തെ ഡ്യൂട്ടി ടൈം. അങ്ങനെ മോക്കൊരു ഉമ്മയ്ക്ക് കൊടുത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വണ്ടിക്ക് ബുക്ക് ചെയ്ത് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ പൊള്ളി പോണ ചൂടാട്ടോ. അപ്പോഴേക്കും വണ്ടി വന്നിക്കണം. വേഗം ഓടിപ്പോയി അതിലേക്ക് കയറി മെട്രോ സ്റ്റേഷനിലേക്ക് പോവാട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ വന്നിറങ്ങി നടന്ന് മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എത്തിട്ടോ. അങ്ങനെ ലിഫ്റ്റ് കയറി നമ്മൾ നേരെ ഭൂമിന്റെ അടിയിലേക്കാട്ടോ പോകുന്നത്. ഇവിടെ 95% മെട്രോ ഭൂമിന്റെ അടിയിൽ കൂടാട്ടോ പോകുന്നത്. അങ്ങനെ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്ന് വന്നിട്ട് വീണ്ടും എസ്കലേറ്റർ കയറി നേരെ താഴോട്ട് തന്നെ ആട്ടോ പോകുന്നത്. അന്നപ്പോ ഞാൻ ആലോചിച്ച് നോക്കി ഈ മെട്രോ ഭൂമിന്റെ എത്രത്തോളം അടിയിൽ കൂടാണ് യാത്ര ചെയ്യുന്നതെന്ന്. കുറെ സമയം ആലോചിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് വേഗം ഓടിപ്പോയി മെട്രോയിൽ കയറി ദോഹ ജദീദിൽ വന്നിറങ്ങി സ്റ്റേഷന്റെ പുറത്തേക്ക് വന്ന് നടന്ന് ഷോപ്പിലോട്ട് പോവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.